എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു സ്ട്രൈറ്റ് പെയിൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇതിൽ 2.5 മീറ്റർ തുണിയാണുള്ളത്. 36 ഇഞ്ച് വീതിയുള്ള കോട്ടൺ തുണിയാണ്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതായത് നിവർത്തിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇത് XXL സൈസാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഇവിടെ ഇതേപോലെ കര സൈഡാണ് വരുന്നത്. ഇവിടെ നമ്മൾ ചേർത്ത് തന്നെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് വന്നിട്ട് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 11 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങോട്ട് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് വന്നിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് സീറ്റിൻ്റെ 4 പ്ലസ് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യുക. ഇറക്കം 42 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ബാൻഡ് വരും. അപ്പോൾ 42 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 41 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 2 ഇഞ്ച് വീതിയിലാണ്. ഇത് വലിയ സൈസ് ആയതുകൊണ്ട് നമ്മൾ ബോട്ട് അടിക്കാൻ മാർക്ക് ചെയ്യുന്നത്. വീണ്ടും ഒരു 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതല്പം കനം കിട്ടാൻ വേണ്ടിയാണ്. അതായത് 2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കും. ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് വരിക. ഇനി ഇതിൻ്റെ തൊടവണ്ണം വേണ്ടത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 15. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ചാണ് വയ്ക്കുന്നത്. 14 ഇഞ്ച് വയ്ക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ കോണായിട്ടൊരു പീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അധികം ഷേപ്പ് വേണ്ട. അതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 7 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളിവിടെ പീസ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ചെറിയ ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇത്രയും ഷേപ്പേ മാർക്ക് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ നമ്മൾ 14 ഇഞ്ചാണ് വെച്ചത്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 7.25 ഇഞ്ച്. അത് ഇതേപോലെ ബോട്ടം വരേക്ക് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആക്കാം. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം വേണ്ടത് 14 ഇഞ്ചാണ്. ഇവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3.25. ഇനി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് ഇതിങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം ഇതേപോലെ ബോട്ടം ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇതേപോലെ തന്നെ ചേർത്ത് വയ്ക്കുക. മുകളിൽ ഇത്രയും എക്സ്ട്രാ വേണം. അതിനുശേഷം ഇതേപോലെ നേരെ വരയ്ക്കുക. ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വന്നിട്ട് 14 ഇഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച്, ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകുമ്പോൾ 13.5 ഇഞ്ച് കിട്ടും. ഇവിടെ അതേപോലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഈ 13.5 ഇഞ്ച് ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് 30 ഇഞ്ച് തൊട ലൂസ് കിട്ടും. ഇനി ഇതേ 3 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക.
ഇത് സൈസിനനുസരിച്ചാണ് ഇത് വീതി കൊടുക്കുന്നത്. 2 ഇഞ്ച് ആണെങ്കിൽ ഇവിടെ 2 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. 2 ഇഞ്ച് ആണെങ്കിൽ 2 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്യാം. ഈ 3 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന്, അതായത് ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ക്രോസിൽ വരയ്ക്കുക. ഇവിടെ നമ്മൾ ബാൻഡും എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള തുണിയും സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കോണാകൃതിയിൽ. അതുപോലെ ഇവിടേക്കുള്ള ബാൻഡും കട്ട് ചെയ്യണം. ഇവിടേക്കുള്ള പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഈ പീസിൽ നിന്ന് കട്ട് ചെയ്യാം. ഇതൊരു 6 ഇഞ്ച് വീതി വയ്ക്കുക. ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. അപ്പോൾ ഇതിൽ വീതി വന്നിട്ട് 3 3 6 ഇഞ്ച് വരും. ഹൈറ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇതേപോലെയാണ് ഈ പീസ് കൊടുക്കുക. ഇനി ഇവിടേക്കുള്ള പീസ് കട്ട് ചെയ്യാം. ബാക്കിൻ്റെ ആകെ ലെങ്ത് എത്ര നോക്കുക. 16 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 16 32 ഇഞ്ച് വേണം. അപ്പോൾ ഈ 16 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ ഫോൾഡിങ് ഉണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ബാക്കിൽ. അപ്പോൾ 1.5 3 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ 4, ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. 4.5 ഇഞ്ച് വീതി കൊടുക്കാം. ഇനി അതേപോലെ ഫ്രണ്ടിൽ 13 ഇഞ്ചാണ്. അപ്പോൾ 13 26 ഇഞ്ച് വേണം. ഈ 13 ഇഞ്ചിൽ എക്സ്ട്രാ വരും. അതായത് നമ്മളിവിടെ ഒരു 3/4 ഇഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളത് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ പീസാണ് വെക്കേണ്ടത്. അത് വന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലും സെപ്പറേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം അതിങ്ങനെ എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ചിൽ ഇതുവരേക്കും തയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കോർണറാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്കും നേരെ സ്ട്രൈറ്റ് ആയിട്ട് തയ്ക്കുക. അതിന് ശേഷം അതായത് ഇവിടെ നിന്ന് ഈ കോർണർ കൂടെ ഈ സെൻറ്ററിലേക്ക് തയ്ച്ച് വരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. തയ്ച്ച് കാണിക്കാം. അതുപോലെ ഇവിടെ വന്നിട്ട് ഇതിനൊപ്പം വയ്ക്കാതെ ഒരല്പം ഇതേപോലെ ഇറക്കി വയ്ക്കുക. അതായത് തയ്യത്തുമ്പോൾ എത്ര വേണോ അത്രയും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും. കട്ട് ചെയ്യേണ്ടി വരില്ല.
ഇതേപോലെയാണ് കിട്ടേണ്ടത്. ഇവിടെ വന്നിട്ട് ഈ തയ്യത്തുമ്പ് ഇങ്ങനെ ഒപ്പം കിട്ടും. ഒരു തയ്യലും കൂടി ഇടാം. ഇതേപോലെ ഫ്രണ്ടിൻ്റെ അടുത്ത സൈഡ് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്ക് അടിക്കുക. എന്നിട്ട് നേരെ താഴേക്ക് അടിക്കുക. അപ്പോൾ ഇതേപോലെ ഒട്ടും ചുളിവില്ലാതെ ഭംഗിയായിട്ട് കിട്ടും. ഇവിടെ ഇതേപോലെ കറക്റ്റായിരിക്കും തയ്യത്തുമ്പ്. ഇവിടെ വന്നിട്ട് തയ്യത്തുമ്പ് ഇതേപോലെ ഫ്ലാറ്റായിട്ട് വെച്ചാൽ മതി. ഇനി ഇതേപോലെ ബാക്കിലും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കും തയ്ച്ചെടുക്കുക. ഇനി ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് നമുക്കൊരു ടെക്ക് ഇടാനുണ്ട്. അതേപോലെ സെൻറ്ററിലൊന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം 3/4 ഇഞ്ചിൻ്റെ വീതിയുള്ള ടക്കാണ്. 3/4 ഇഞ്ച് ഇങ്ങോട്ടും ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു തയ്യലിടുക. അതുപോലെ ഇവിടെ 2 സൈഡും 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ 3/4 ഇഞ്ചിൻ്റെ 2 സൈഡിലേക്കും ടക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ഈ ബാൻഡിനുള്ള പീസ് എടുക്കുക. ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ ഇത് കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ പീസ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മളിവിടെ പ്ലീറ്റ് ഇട്ടതിൻ്റെ ഇവിടെ ജോയിൻറ്റ് ചെയ്തതിൻ്റെയും ബാക്കിയാണ്. അതാണ്. അതിനുശേഷം ബാക്കിൽ ഇതേപോലെ ഒന്ന് നാം കൊണ്ട് വരിക. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് ബാൻഡ് വേണ്ടത്. അപ്പോൾ 1.5 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള തയ്യത്തുമ്പ് മടക്കി കൊടുക്കാം. ഇതൊരു 1/2 ഇഞ്ച് ഇട്ടാലും മതി. ഞാനത് അല്പം കൂടുതൽ ഇട്ടതാണ്. അതിനുശേഷം അതിങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിലൊരു തയ്യലിടാം. ഇനി അതേപോലെ ബാക്കിലും എലാസ്റ്റിക് വയ്ക്കാനുള്ള പീസ് കൊടുക്കാം. ഇത് നമ്മൾ കൊടുക്കുന്നത് നല്ല വശത്തുനിന്ന് ഉള്ളിലേക്കാണ്. ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കിലും പീസ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തടിക്കാം. ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തടിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബോട്ടം അടിക്കാം. ബോട്ടം നമ്മൾ ഇതേപോലെ 2 ഇഞ്ച് വീതിയിലാണ് അടിക്കുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഒരു തയ്യലിടാം. ഇനി ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കാം. അപ്പോൾ ബോട്ടം 14 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ സൈഡ് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്യുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ പീസ് കറക്റ്റായിട്ട് വരും. ഒട്ടും ചുളിവില്ലാതെ അടിച്ചെടുക്കുക. ഇനി ഇതിൽ എലാസ്റ്റിക് കൂടെ വെച്ചാൽ മതി.
എലാസ്റ്റിക് ഇത് 1.5 ഇഞ്ച് വീതിയുള്ളതാണ് വയ്ക്കുന്നത്. ഇതിൽ 16.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ആകെ അരവണ്ണം വേണ്ടത് 40 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു 20 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ ഒരു 19 ഇഞ്ച് വന്നാൽ മതി. അപ്പോൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 16 ഇഞ്ചാണ് ഞാനിതിൽ എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇനി ഈ എലാസ്റ്റിക് ഇവിടെ ഇതേപോലെ ഈ തയ്യത്തുമ്പ് കാണുന്നുണ്ട്, ഇതിൽ വെച്ചിട്ട് ചേർത്തടിക്കുക. ഇതേപോലെ ഇവിടെ ചേർത്തടിക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും ചേർത്തടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ചേർത്തടിക്കുക. ഈ പീസ് ഈ തയ്യത്തുമ്പ് ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മടക്കിയിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇതേപോലെ ഇവിടെ നിന്ന് തയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഇതേപോലെ എലാസ്റ്റിക് ഒന്ന് വലിച്ചൊപ്പാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു തൈലും കൂടി ഇടാം. അപ്പോൾ അതേപോലെ ബാക്കിൽ ഒരു സെൻറ്ററിൽ കൂടെ ഒരു തൈലിടുക. ഈ എലാസ്റ്റിക് തിരിയാതിരിക്കാനാണ്. അപ്പോൾ ഇതേപോലെയാണ് ഈ കോൺ പീസ് വെച്ചിട്ട് അതേപോലെ ഹാഫ് എലാസ്റ്റിക് വെച്ചിട്ട് സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.